CPIയിൽ നിന്നും മുതിർന്ന നേതാവായ KE ഇസ്മായിലിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ബിനോയ് വിശ്വം നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏകാധിപത്യപരമാണ് എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് CPIയിലെ 10ഓളം MLA മാർ. അതായത് നിലവിൽ CPIയുടെ അംഗബലം 17ആണ്. ഇതിൽ 10 MLA മാരും അതിശക്തമായി ഈ നടപടിയെ എതിർത്തിരിക്കുകയാണ്. ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ നടക്കുന്ന ഈ BJP CPM ഡീലിനെ കുറിച്ചൊന്നും പറയാനില്ലേ? എന്നാൽ പരസ്യമായി അതിനെ വിളിച്ചു പറയുന്ന KE ഇസ്മായിൽ അടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആരുടെ പ്രീതി സമ്പാദിക്കാനാണ് ശ്രമിക്കുന്നത്? CPIയിൽ എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നത് CPM-ഉം LDF-ഉം അല്ലല്ലോ. ഇതൊരു ഉൾപാർട്ടി ജനാധിപത്യം കാത്തു സൂക്ഷിക്കേണ്ട പ്രസ്ഥാനമല്ലേ? CPIക്ക് അപജയം സംഭവിച്ചിരിക്കുന്നു എന്നും ഈ രീതിയിൽ പോയാൽ എല്ലാ രീതിയിലും മൂല്യച്യുതി വന്ന CPI ഒന്നുമെത്താതെ പോകുമെന്നും വളരെ വൈകാതെ തന്നെ CPIയിലെ പലരും കോൺഗ്രസിലേക്ക് എത്തുന്ന കാഴ്ച കാണാമെന്നും ഉറപ്പിക്കുകയാണ് C. ദിവാകരൻ അടക്കമുള്ള നേതാക്കൾ. C. ദിവാകരനും മുല്ലക്കര രത്നാകരനും തുടക്കം മുതലേ പറഞ്ഞൊരു കാര്യമുണ്ട്. രണ്ടാം പിണറായി സർക്കാർ ധാർഷ്ട്യവും ധിക്കാര മനോഭാവവും മാത്രം കാത്തു സൂക്ഷിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഈ പിണറായി വിജയൻ സർക്കാർ ഒരു ഇടതുപക്ഷ സർക്കാരാണെന്ന് പറയാൻ ഞങ്ങൾക്കാർക്കും കഴിയുകയില്ല. CPIയുടെ ഇപ്പോഴത്തെ രീതി ശരിയല്ല. CPIM കൊടുക്കുന്ന എന്തെങ്കിലും ഓസിന് കിട്ടിയാൽ അതും വാങ്ങിച്ച് കാലാകാലങ്ങളോളം കാൽച്ചുവട്ടിലിരിക്കാം എന്ന വിചാരമാണ് ബിനോയ് വിശ്വത്തിനും കൂട്ടർക്കുമുള്ളത്. ഇത് ശരിയായ നടപടിയല്ല. CK ചന്ദ്രപ്പനും അതുപോലെ വെളിയം ഭാർഗവനും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു അടിത്തറയുണ്ടായിരുന്നു. അതെല്ലാം ബിനോയ് വിശ്വം പാടെ പൊളിച്ചിരിക്കുന്നു. അവരാരും സംഘടനാപരമായി അടിയറവ് വയ്ക്കാനല്ല പൊരുതിയത്. കോൺഗ്രസും CPIയും ഒന്നാണെന്നും അടിയന്തരാവസ്ഥ കാലത്ത് CPI കോൺഗ്രസിനെ പിന്തുണച്ച കാര്യം മറക്കരുതെന്നും ഒരിക്കൽ പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി പറഞ്ഞപ്പോഴൊക്കെ വലിയ തോതിൽ CPI പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നാട്ടിലെ വർഗീയ പ്രസ്ഥാനവുമായി കൂട്ടുകൂടിയാണ് ആദ്യമായി പിണറായി വിജയൻ കൂത്തുപറമ്പിൽ നിന്നും വിജയിച്ചതുപോലും 1970 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മര്യാദ പഠിപ്പിക്കാൻ വരണ്ട എന്ന് കൃത്യമായി വിലയിരുത്തൽ നടത്തിയിരുന്നു. ഇപ്പോഴിതാ പ്രസ്ഥാനത്തിൻ്റെ മട്ടും ഭാവവും മാറിയിരിക്കുകയാണ്. CPIM-ന് ഒറ്റയ്ക്ക് ഭരിക്കണം. സഖ്യകക്ഷികൾ ഒരു അധികപ്പറ്റ് പോലെയാണ് പറയുന്നത്. ഏതായാലും സംഘടനാ ശക്തിയില്ലാത്ത ചില ഈർക്കിൽ പാർട്ടികളെ ഒപ്പം കൂട്ടി ഭരണവുമായി മുന്നോട്ട് പോകാം, മൂന്നാമതും ഒരു ഊഴം കിട്ടും എന്ന തെറ്റിദ്ധാരണയാണ്. എന്നാൽ ജനങ്ങൾ തോൽപ്പിക്കും എന്നുള്ളത് തിരിച്ചറിഞ്ഞോ എന്നാണ് KE ഇസ്മായിൽ തുറന്നടിച്ചിരിക്കുന്നത്. KE ഇസ്മായിൽ സംഘടനാ വിരുദ്ധനാണെങ്കിൽ CPI പ്രസ്ഥാനത്തിൽ സുനിൽകുമാറിനെയും പന്ന്യൻ രവീന്ദ്രനെയും ഒക്കെ തോൽപ്പിക്കാനായി കൂട്ടുനിന്നവരെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് C. ദിവാകരൻ തുറന്നടിച്ചിരിക്കുകയാണ്. തനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. CPIയിലും CPM-ലുമുള്ള പല പ്രവർത്തകരും തനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോലും തിരുവനന്തപുരത്ത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നില്ലായിരുന്നു എന്നുള്ളത് C. ദിവാകരൻ തുറന്നടിച്ചിരിക്കുകയാണ്.